കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ ജാടയിൽ നിന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനസ് ഇപ്പൊ എന്തായാലും ഇന്ത്യ വളരെ നല്ലവരാണ്, ഇന്ത്യയുമായി ബന്ധം പുലർത്തുകയല്ലാതെ ബംഗ്ലാദേശിന് മറ്റു മാർഗമില്ലെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണും? നിവൃത്തിയില്ലാത്തോണ്ട് വിളിച്ചതാ. ഗതികെട്ടാ വിളിച്ചല്ലേ ഒക്കൂ. അവസാന നിലവിളി എന്നൊക്കെ വേണേ പറയാം. ബംഗ്ലാദേശിലൊക്കെ ഇപ്പോഴത്തെ ആഭ്യന്തര വിഷയം എന്ന് പറഞ്ഞാൽ ഈ അരക്കൻ ആർമിയും അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നവും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഈ പ്രശ്നത്തിനകത്ത് പട്ടാള അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടു വട്ടം അതിനകത്ത് സൂചന നൽകി കഴിഞ്ഞു. കാരണം അതിനകത്ത് ആ പട്ടാള അട്ടിമറിയുടെ പുറകിൽ പോലും ഇന്ത്യ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് യൂനിസിന് അറിയാം. കാരണം പട്ടാള അട്ടിമറിക്ക് ശേഷം പറഞ്ഞ തന്നെ അടുത്ത ഡിസംബറിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോയാലേ പറ്റൂ. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തുമായിട്ട് ഉടക്കി മുന്നോട്ട് പോകുന്നതിന് സാധിക്കത്തില്ല. പഴയതുപോലുള്ള രീതിയിൽ പോയാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ, ഇവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഈ പറയുന്ന ഉസ്മാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ പാകിസ്ഥാന്റെ ഈ പട്ടാളത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ISI ഒന്നും സാന്നിധ്യം ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഈ രാജ്യത്തിൽ വലിയ അരാജകത്വം ഉണ്ടാക്കുന്നു. കാരണം ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഇപ്പൊ അവിടെ ഉണ്ട്. അതിന്റെ ട്രെയിനിങ് അവിടെ നടക്കുന്നില്ല, വേറെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അതിപ്രസരം. അപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ സംഭവിച്ചു. ഇതിനകത്ത് ആഭ്യന്തര കലഹം ഇവരുടെ കൂടെ നിന്ന് വിദ്യാർത്ഥി സംഘടന പുതിയ പാർട്ടി ഉണ്ടാക്കി. അപ്പൊ അവന്മാർക്ക് മനസ്സിലായി പാർട്ടി ഉണ്ടാക്കി ഈ കാര്യമുള്ളൂ. കാരണം നാളെ കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നു. ഖാലിദ എന്ന് പറയുന്നത് ഇവരുടെ കൂടെ നിന്നിട്ട് ഈ ഹസീനെ അട്ടിമറിക്കാൻ വന്ന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിരുന്നു. അവര് നേരത്തെ മനസ്സിലാക്കി, അവര് ജനാധിപത്യം മനസ്സിലാക്കി നാട് വിട്ടു. കാരണം അതിനകത്ത് സഹായിച്ചത് ഇവരാ, ഖത്തർ അവരെ കൊണ്ടുപോയി. സിംഗപ്പൂർ അവർ ഫ്ലൈറ്റ് വിട്ട് കൊണ്ടുപോയി. ഈ പറയുന്ന കൊണ്ടുപോയ സമയത്തും നമ്മളൊക്കെ സിംഗപ്പൂരിൽ നിന്നും ഈ ദുബായിൽ നിന്നും ഒന്ന് 2 ചാർട്ടേഡ് ഫ്ലൈറ്റ് മാസങ്ങളായിട്ട് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ യൂനസിന് കയറി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എയർബേസേ ഉള്ളൂ. അത് യൂനസ് മനസ്സിലാക്കണം. അപ്പൊ യൂനസിനെ അവിടെ ഇട്ട് വേണേ കൊല്ലാൻ പറ്റും. കാരണം അതേയുള്ള ആഭ്യന്തര പ്രശ്നമുണ്ട്. അപ്പം ഈ ഖാലിദ പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഖാലിദ അന്ന് ഈ പറഞ്ഞതുപോലെ യൂനസിനെ വെച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി അട്ടിമറിക്ക് കൂട്ടുന്ന ഖാലിദ പ്രതിപക്ഷ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ പറയുന്ന ഹസീനയുടെ ഭാഗമായിട്ടുന്ന പാർട്ടിക്കാരെ ഒതുക്കി അല്ലെങ്കിൽ ആ അട്ടിമറിക്ക് ഇവരെല്ലാം കൂട്ടുണ്ടായിരുന്നു. പക്ഷെ പട്ടാള സംവിധാനവും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ അന്ന് ധരിച്ചത് അട്ടിമറിച്ചാൽ എനിക്ക് ഭരിക്കാമെന്ന. പക്ഷെ അതിനു മുമ്പേ അമേരിക്ക ഇടപെട്ട് യൂനസിനെ ഏൽപ്പിച്ചു. അപ്പം ഖാലിദ പിന്നെ അവരുടെ കയ്യിലോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ഹസീനെ വെളിയിൽ നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷൻ നടത്തിയാൽ അവർക്ക് അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞ് അവർ സമരം തുടങ്ങി. സമരം തുടങ്ങിയ സമയത്ത് അവർക്ക് അവസാനം മനസ്സിലായി സമരക്കാര് ഇതിനകത്ത് നുഴഞ്ഞു കയറ്റവും അല്ലെങ്കിൽ ആ സമരക്കാർക്ക് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ അതിപ്രസര സമരത്തിനകത്തുണ്ട്, എന്റെ ജീവൻ പോകുമോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ അറിയിപ്പോട് കൂടിയാണ് ഇവർ നാട് വിടുന്നത്. ഇവർക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, അവർ അങ്ങനെ അസുഖത്തിന്റെ പേര് പറഞ്ഞാൽ നാട് വിട്ടത്. അപ്പം യൂനസ് മാത്രം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ. യൂനസിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ പറയുന്ന ഒരു ഭരണാധികാരി, ഏറ്റവും ബലിഷ്ഠമായിട്ടുള്ള ഭരണാധികാരികളെ ഒന്നും അട്ടിമറിക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? പട്ടാളം പോലീസും എല്ലാം അപ്പുറം സ്വാധീനം ചെയ്തുകൊണ്ട് അവരങ്ങ് നിശബ്ദമായി. അങ്ങനെയാണല്ലോ ഇപ്പൊ യൂനസിന്റെ അവസ്ഥ ഏതാ? അപ്പൊ യൂനസിന് അവസാനം മനസ്സിലായി അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇനി അഥവാ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഇന്ത്യ വേണം. മാത്രമല്ല ഇയാൾ ഉദ്ദേശിക്കുന്ന തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് ചെല്ലാൻ പറ്റത്തില്ല. അമേരിക്ക ചെല്ലാൻ പറ്റത്തില്ല, കാനഡയിലെ ഒക്കത്തില്ല, യൂറോപ്യൻ കൺട്രീസിൽ ഒക്കെ ഈ ട്രംപ് വന്നതോടുകൂടി കയറ്റിയ ഓരോ അറിയെന്ന് പറഞ്ഞേക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ചെല്ലാൻ പറ്റുന്ന ഈ പറയുന്ന ഒന്ന് ഖത്തറും ഇപ്പം അതിനകത്ത് അതിർത്തി പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അങ്ങോട്ടൊന്നും ചെല്ലണ്ട, പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇയാൾക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഈ ഒരു വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. ഇയാളുടെ മകളുടെ കാര്യവും ഭയങ്കര പ്രശ്നത്തിലാണല്ലോ. ഇത് അമേരിക്കയിൽ അയാൾക്കെതിരെ കേസുമൊക്കെ എടുത്ത് അവരിപ്പോ അകത്ത് പോകുന്നു വിചാരിച്ചിരിക്കുകയാണ്. കാരണം ട്രംപിനെതിരെ കിട്ടിയ സമയത്തൊക്കെ അന്ന് ഇയാള് അവാർഡ് മേടിച്ച്, ലോക സമ്മാനത്തിനുള്ള അവാർഡ് മേടിച്ച് ട്രംപ് വിനാശകാരിയാന്നൊക്കെ പറഞ്ഞ അതിനുശേഷം മകൾ അവിടെ കൂടി ഗവൺമെന്റിനെ പറ്റിച്ച് കണ്ടവാനം കാശുണ്ടാക്കിയെന്ന് പറഞ്ഞ് ട്രംപ് അവിടെ കേസ് എടുത്തിട്ടുണ്ട്. മകളെ പറ്റി അയാള് തട്ടി അകത്തിടും. അപ്പൊ ഇതിന്റെ കൂടെ ഇയാൾ അവിടെ ചെന്ന് ഇയാളെ അകത്തിടും. ഇപ്പൊ ഇയാൾക്കിപ്പം നിലനിൽപ്പില്ല. അപ്പൊ അവസാനം അറിയാമല്ലോ എല്ലാത്തിന്റെയും ആണി എവിടെ നിന്നാണ്. ആ ആണിയുടെ പ്രധാനപ്പെട്ട ആളിനെയാണ് വിളിച്ചത് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ BBC കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ഇന്റർവ്യൂ അതും പരസ്യപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ബംഗ്ലാദേശിന് ഇന്ത്യ വിട്ട് നിൽക്കാനൊക്കത്തില്ല, അല്ല ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം പങ്കുവെച്ചേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ഇടയ്ക്കൊരു കരുതലുണ്ടായത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ്, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല, ഇന്ത്യയുമായിട്ട് സൗഹൃദം പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു. വളരെ വ്യക്തത വരുത്തി. BBC കൊടുത്ത ഇന്റർവ്യൂ. അപ്പൊ ഈ BBC കൊടുത്ത ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇന്റർനാഷണൽ രീതിയിൽ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അല്ലെ യൂനസിന്റെ നിലപാട് അങ്ങനെയാണ്. അപ്പം ഇത് പരിഹരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ചു. അതായത് അയ്യോ എന്റെ ചേട്ടാ രക്ഷിക്കണേ, നിലവിളി ശബ്ദം എന്നുള്ള രീതിയിലാണ്. അവസാന നിലവിളിയാണ്.
അപ്പം ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അല്ലാതെ ലക്ഷ്മി വിചാരിക്കുന്ന പോലെ ഇയാളെ ബന്ധുക്കോസ് ചേർന്ന് മാനസാന്തരപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചില ആൾക്കാരൊക്കെ മാനസാന്തരം വരുമല്ലോ, ആ മാനസാന്തരം ഒന്നുമല്ല. അയാളുടെ മനസ്സിലിരിക്കുന്നതും അയാളുടെ കയ്യിലിരിക്കുന്നതും അയാൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അയാൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാവായിട്ട് നിന്ന് ഈ പറയുന്ന നമ്മൾ ഇറാനെയൊക്കെ കാണുന്നില്ലേ, അപ്പം അത് അത്തരത്തിലൊരു ഒരു ലോകത്തിലെ ഈ മുസ്ലിങ്ങളുടെയൊക്കെ ഒരു നേതാവായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു രാജ്യം വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജനാധിപത്യത്തെ ഒന്നും പുള്ളിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. ജനാധിപത്യ സംവിധാനത്തിലേക്ക് അട്ടിമറിക്കപ്പെട്ട ഒരു രാജ്യം വരുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് നിയമിച്ച ഒരാളാണ്. അവിടെ ജനാധിപത്യം തിരിച്ചു വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഭരണഘടനയ്ക്ക് അത് തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയൊക്കെ അയാൾ ശ്രമിച്ചു. കാരണം ഇനിയും ഹസീനയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വരുത്താൻ വേണ്ടി നോക്കി. അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ രീതി മാറ്റി ഈ ഇറാന്റെ ഒരു ജനാധിപത്യ രീതി ഉണ്ടല്ലോ, നോക്കുമ്പോൾ ജനാധിപത്യം വിചാരിക്കുന്നതെല്ലാം അവർ നടക്കുന്നത് പോലെ ആര് മത്സരിക്കണമെന്ന് അവർ തീരുമാനിക്കും, ആരൊക്കെ വരണമെന്ന് മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കും, സുപ്രീം കോടതി ജഡ്ജിയെ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ആളുണ്ടല്ലോ അയാൾ തീരുമാനിക്കുക, പരസ്പരം തീരുമാനിക്കുക. കാരണം ഒരാൾ മാത്രമാണ് തീരുമാനിക്കുക. നമ്മൾ വിചാരിക്കും ജനാധിപത്യം നടക്കുന്നത്. ഇപ്പൊ മത്സരിക്കണമെങ്കിൽ അവരാളിനെ തീരുമാനിച്ചു കൊടുക്കും. അപ്പൊ ആര് ജയിച്ചാലും അവരുടെ ഭാഗമായിട്ട് വരുന്ന രീതിയിലുള്ള ജനാധിപത്യം, അതേ രീതിയിലുള്ള ഒരു ഭരണഘടന കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ശ്രമം ഈ യൂനസ് അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു ഇതിന്റെ പ്രധാനം. അപ്പൊ അതൊന്നും നടക്കാതെ എല്ലാം നമ്മൾ ഈ കൊണ്ടുവരുമ്പോ ഇല്ല ഓല കെട്ടി വെക്കുന്ന ഓല കെട്ടുന്ന കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ തെങ്ങിന്റെ ഓല പഴയ പോലെ കെട്ടി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ ലക്ഷ്മി ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കയറിയ ഒരു വലിയ കോട്ടയായിട്ടാ പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് 3-4 കെട്ട് കാണും. ഈ വളരെ പ്രയാസപ്പെട്ടാ ഇത് കെട്ടി വെക്കുന്നത്. 4 കൊത്ത് ഒരു കത്താളം എടുത്ത് കൊത്തുമ്പോൾ ഇത് തറയിൽ വീഴും എന്ന് പറഞ്ഞ പോലെ യൂനസ് പണിഞ്ഞുകൊണ്ട് വരും, ഇവരതിനകത്ത് നിന്ന് പൊളിക്കും. അതിനകത്ത് പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ അകത്ത സംവിധാനമാണ്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അകത്ത് കയറി അവര് പോലും അറിയാതെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത്, അവര് പോലും അറിയുന്നില്ല ഇത് റോയുടെ ആളാ, ഇന്ത്യയുടെ ആളാ. അപ്പൊ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ഭാഗമായിട്ട് നിർത്തി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഈ പറയുന്ന പോലെ റോ പോലെയും അല്ലെങ്കിൽ മൊസാദ് പോലെയുമുള്ള ഇതുപോലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒക്കെ പണി ഇത് അവരറിയത്തില്ല. അവരുടെ കൂടെ നിൽക്കുന്ന റോയാണെന്നോ, കാരണം അവരുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അല്ല നേതാക്കന്മാരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഇതുപോലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗം. ഇപ്പൊ ലോകത്ത് ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനം റോ തന്നെയാണെന്നാണ് ലോകം വരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. മൊസാദിനെയൊക്കെ അതിജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. കാരണം ഇവര് പിന്നെ ഒന്നിനും കണക്ക് പറയുന്നില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും ലോകം ഭയന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താലും ഏറ്റെടുക്കാത്ത ഒരു അവസ്ഥ വന്നാൽ അതിന് ഇന്ത്യയുടെ റോയുടെ പങ്കുണ്ടോ അല്ലെങ്കിൽ റോയാണോ എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ചതുപോലെയാണ് സംഭവിക്കുക. നമ്മുടെ കാൽക്ക വന്ന് സാഷ്ടാംഗം വീണ് തൊഴുത് പറഞ്ഞ് എണീക്കുന്ന ഒരു ബംഗ്ലാദേശിനെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് അടുത്ത മാസം തായ്ലൻഡിൽ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയും ഈ യൂനസും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നേക്കും എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് യൂനസിന്റെ ഈ ഒരു നീക്കം. അതെ, അതിനു വേണ്ടി. കാരണം നേരത്തെ ഇദ്ദേഹം ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് നേതാവായി കഴിഞ്ഞിട്ട് ഇദ്ദേഹം അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിൽ വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശ്രമം നടത്തിയായിരുന്നു യൂനസ്. പുള്ളി വിചാരിച്ചു ഈ അമേരിക്കയിൽ അന്ന് ബൈഡൻ ആയിരുന്നല്ലോ, ബൈഡൻ ആവുമ്പോൾ ബൈഡൻ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഈ മോദി ബൈഡന്റെ ഫ്രണ്ട് വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മോദി അങ്ങ് വഴങ്ങുമെന്ന് വിചാരിച്ചു. മോദിയെ യൂനസിനല്ല ലോകത്ത് ആർക്കും അറിയത്തില്ലല്ലോ. ആരും മോദിക്ക് മോദിയുടെ സ്റ്റാൻഡ് ഉണ്ട്, ആർക്കും വേണ്ടി വഴങ്ങി കൊടുക്കത്തില്ല. കാരണം അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തെ കരുപിടിപ്പിച്ചു. കാരണം നമ്മുടെ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ പൂരത്തിനും ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെന്തിനാ വല്ലതും മുമ്പിൽ നട്ടൽ വിളക്കുന്നത്? അന്ന് കാണാൻ സാധിച്ചില്ല. അപ്പൊ ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കണമെങ്കിൽ മോദി വിചാരിക്കണം, മോദിക്ക് കാണാൻ പറ്റുന്ന നേതാവാണോ എന്ന് മോദി വിചാരിക്കണം, അല്ലെങ്കിൽ മോദി കനിയണം. അപ്പൊ അതൊക്കെ മോദി തീരുമാനിച്ചോളും. പുള്ളി കുറെ കാലം കൊണ്ടേ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും മോദി അനുവദിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നണം. മോദിയുടെ ലൈനിൽ വന്നാൽ, മോദിയുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഹസീന, അപ്പൊ ഇവനെ കൈകാര്യം ചെയ്ത് കളയത്തേ ഉള്ളൂ. അത് മനസ്സിലാവുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം നിലനിൽപ്പില്ലാത്തൊരവസ്ഥ, എങ്ങൂന്നും അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടാളം പറഞ്ഞ് പട്ടാളം പിടിക്കുന്നു. പട്ടാളം പിടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇതുവരെ പട്ടാളമായിരുന്നു സഹായിച്ചുകൊണ്ടിരുന്നത്. പട്ടാളം പിടിക്കുമെന്ന് പറഞ്ഞാൽ അവസ്ഥ വരാം. പട്ടാളം പിടിച്ചു കഴിഞ്ഞാൽ എന്തോ പട്ടാളം പിടിച്ച് ജയിലിനകത്തിടും. ഉറപ്പല്ലേ? നമുക്കറിയത്തില്ല. പട്ടാളം അട്ടിമറി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്ത് ജയിലിൽ വെക്കും. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പട്ടാളം അട്ടിമറി എന്ന് പറഞ്ഞാൽ. അപ്പൊ അകത്ത് പോകുന്നറിയാം. അകത്ത് പോകുന്നറിയാം. ഇനി അകത്ത് കിടക്കുന്നതിന് ഇവിടുന്ന് ഇനി അമേരിക്ക കൈമാറി എന്ത് ചെയ്യും? അമേരിക്ക ജയിലിൽ കൊണ്ടിടും. ട്രംപിന്റെ കയ്യിലോട്ട് കിട്ടിയാല് അവസ്ഥ ഒന്ന് ആലോചിക്കും. പിന്നെ ഇതൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളം ഒരു ചർച്ചയാവും. എന്നാലും ട്രംപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പറയുന്നത് ശരിയല്ല. ലോക നേതാവല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും ഒരു കൂലിച്ചട്ടമ്പിയുടെ സ്വഭാവം, അതിന് മയമൊന്നുമില്ല. മോദിയൊക്കെ എന്തായാലും ചെയ്യുന്നത് പറഞ്ഞാൽ ട്രംപിനെക്കാട്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മോദിക്ക് അതിനകത്തൊരു മയമുണ്ട്. മോദി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. വളരെ മെയ്വഴക്കമാണ്. ട്രംപ് അങ്ങനെ ഓരോരുത്തരുടെ ശൈലിയായിരിക്കും. ട്രംപ് എന്ന് പറഞ്ഞാൽ വാടാ
കഴിഞ്ഞ ദിവസം സെലൻസ്കിയെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തൊക്കെ ലക്ഷ്മി കണ്ടില്ലേ, വാടാ അവിടെ നിന്ന് കാര്യം പറയണം, ലോകം മൊത്തം കാണിക്കുക, ലോകം മൊത്തം കാണിച്ചിട്ട് ഇപ്പൊ ഇന്നലെ സെലൻസ്കി ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു ഒരു പറയത്തില്ല, നമ്മുടെ ഈ എന്തോ പറയുന്നത് കൂലിശ അല്ലെങ്കിൽ ഗുണ്ടാ നേതാവിന്റെ ഒക്കെ ഒരു ശൈലിയുള്ള ഒരു നേതാവായിട്ട് നമുക്ക് ട്രംപിനെ കാണാൻ. അപ്പൊ ഇയാളെ അങ്ങോട്ട് കിട്ടാമെങ്കിൽ പണ്ട് പറഞ്ഞതിന് ആദ്യമേ കിട്ടുമ്പോ തന്നെ അവസരം കിട്ടിയ രണ്ടടിയും കൊടുക്കും. യൂനസിന് ചെവുക്കലിന് രണ്ടടിയും കൊടുക്കും വേറെ സോ അനുസരിച്ച്, എന്നിട്ടേ കാര്യം പറയത്തുള്ളൂ. നമ്മള് സാധാരണ ഒരു രീതിയിൽ പറഞ്ഞ. അപ്പൊ അതാണ് യൂനസിന്റെ അവസ്ഥ. യൂനസിന് ഈ 85 വയസ്സായി, അവസാനം ജയിലിൽ കിടക്കാനും അല്ലെങ്കിൽ ഈ നിവർത്തികേടിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് യൂനസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ബംഗ്ലാദേശ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണെന്ന് മനസ്സിലായി. പട്ടാളി അട്ടിമറി ഉടനെ തന്നെ നടക്കുമെന്ന് മനസ്സിലായി. അതിനകത്ത് എന്തെങ്കിലും തടയിട്ട് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് BBC കൊടുത്ത ഈ ഇന്റർവ്യൂവിൽ ഇന്ത്യയെ പ്രകീർത്തിച്ചത്, ഇന്ത്യയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, ഇന്ത്യയുമായിട്ടുള്ള കരുതലിൽ വേറെ ചില തെറ്റിദ്ധാരണകളാണെന്ന് പറഞ്ഞത്, ഇനിയും ഇന്ത്യയോട് കൂടി സഹകരിച്ചു പോകുമെന്ന് പറഞ്ഞത്, അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചത്. അതായത് സ്വന്തം ജീവൻ നിലനിൽക്കണമെങ്കിൽ പോലും ഇന്ന് നരേന്ദ്രമോദി തീരുമാനിക്കണം, അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോലും ഇന്ത്യ എയർബേസ് അനുവദിക്കണം. ആ രീതിയിലേക്ക് പെട്ടിരിക്കുകയാണ് യൂനസ്. അതാണ് ഈ അവസാന നിലവിളി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.